ഹിന്ദി മേരാ ദോസ്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ് യൂണിറ്റിലെ 1ാം യൂണിറ്റായ ദുലാരെ പൽ എന്ന പാഠത്തിലെ ടോമി ഓർ മേ എന്ന പാഠമാണ്. ഈ പാഠം എഴുതിയിരിക്കുന്നത് പ്രോയിത്തി റോയ് ആണ്. എല്ലാവരും സ്ക്രീനിലേക്കൊന്ന് നോക്കിക്കേ. എന്താണ് നിങ്ങൾ കാണുന്നത്? ഒരു പെൺകുട്ടിയെ അല്ലേ കാണുന്നത്? പടത്തിന്റെ താഴെ പെൺകുട്ടിയെ കുറിച്ച് പെൺകുട്ടി തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ പെൺകുട്ടി ആരാണെന്നാണ് പെൺകുട്ടി പറയുന്നത്? പെൺകുട്ടി പറയുന്നു മേ നീതു ഹും, എന്ന് വെച്ചാൽ ഞാൻ നീതു ആകുന്നു. ഇനി അടുത്ത പടം നോക്കിക്കേ. എന്താണ് സ്ക്രീനിൽ കാണുന്നത്? നീതു എന്ന് പറയുന്ന പെൺകുട്ടി കട്ടിലിൽ കിടക്കുന്നതാണ് ഇവിടെ സ്ക്രീനിൽ കാണുന്നത് അല്ലേ? ഈ പടത്തിന്റെ താഴെ എന്താണ് എഴുതിയിരിക്കുന്നത്? വഹ് സർദിയോ കി രാത് ഥി, എന്ന് വെച്ചാൽ അത് തണുപ്പിന്റെ രാത്രിയായിരുന്നു. അത് തണുപ്പിന്റെ രാത്രിയായിരുന്നു. വഹ് എന്ന് വെച്ചാൽ അത് എന്നാണ് അർത്ഥം. സർദിയോങ്കി എന്ന് വെച്ചാൽ തണുപ്പിന്റെ, രാത് ഥി എന്ന് വെച്ചാൽ രാത്രിയായിരുന്നു. ഇനി നമുക്ക് അടുത്ത പടം നോക്കിയാലോ? അടുത്ത പടത്തിൽ എന്താണ് നിങ്ങൾ കാണുന്നത്? വീടിന്റെ പുറത്ത് ലൈറ്റിന്റെ പ്രകാശത്തിൽ ഒരു പട്ടിക്കുട്ടിയല്ലേ നിങ്ങൾ കാണുന്നത്? ആ പട്ടിക്കുട്ടിക്ക് നീതു എന്ന പെൺകുട്ടി ഇട്ട പേരാണ് ടോമി. അതാണ് പാഠത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടത്, ടോമി ഓർ മേ എന്ന പാഠത്തിന്റെ പേര്. അടുത്ത പടം സ്ക്രീനിൽ നോക്കിക്കേ. എന്താണ് നിങ്ങൾ കാണുന്നത്? പടത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നീതു എന്ന പെൺകുട്ടി ടോമി എന്ന പട്ടിക്കുട്ടിയെ ടോർച്ച് അടിച്ചു നോക്കുന്നു. ടോർച്ച് അടിച്ചു നോക്കുന്നതിന്റെ കാരണം എന്താണ്? അതായത് അത് രാത്രി സമയമാണ്. നമുക്ക് മനസ്സിലാകുന്നില്ലേ? നമ്മൾ ആദ്യം തന്നെ പഠിച്ചില്ലേ അത് തണുപ്പിന്റെ രാത്രിയായിരുന്നു എന്ന്. അപ്പോൾ ഇനി അടുത്ത പടം നമ്മൾ നോക്കിക്കേ. പെൺകുട്ടി കൊട്ടയിൽ പട്ടിക്കുട്ടിയെ കിടത്തിയിരിക്കുന്നു. തൊട്ടടുത്ത് ഒരു സോസറിൽ പട്ടിക്കുട്ടിക്ക് കുടിക്കുവാൻ പാല് വെച്ചിരിക്കുന്നു അല്ലേ? നിങ്ങൾക്കതല്ലേ കാണാൻ കഴിയുന്നത്? ഇനി അടുത്ത പടമോ? എന്താണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? പെൺകുട്ടിയുടെ തൊട്ട അടുത്ത് തന്നെ ഒരു മേശയുടെ മുകളിൽ പട്ടിക്കുട്ടിയെ കുട്ടയിൽ കിടത്തിയിരിക്കുന്ന കാണാം. അതിനോടടുത്ത് തന്നെ പെൺകുട്ടി കിടക്കുന്നതും നിങ്ങൾക്ക് കാണാം. ഈ പടം കൊണ്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? പെൺകുട്ടി ടോമി എന്ന പട്ടിക്കുട്ടിയെ ഏറ്റവും സ്വന്തം കൂടപ്പിറപ്പ് പോലെ സ്നേഹിച്ച് കൂടെ കൊണ്ടു നടക്കുന്നു എന്നല്ലേ മനസ്സിലായത്? ഈ പടത്തിന്റെ താഴെ ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നു. എന്താണ് ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നു നോക്കിക്കേ. ഉസേ ചായ കെ സാത്ത് ബിസ്കുട്ട് ഖാന ബഹുത് പസന്ദ് ഥാ. അവന് ചായയുടെ കൂടെ ബിസ്ക്കറ്റ് തിന്നാൻ വളരെ ഇഷ്ടമായിരുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ? ചായക്ക് സാത്ത്, ചായയോട് കൂടെ. ഉസേ ചായക്ക് സാത്ത്, അവന് ചായയോട് കൂടെ. ബിസ്കുട്ട് ഖാന, ബിസ്ക്കറ്റ് തിന്നുവാൻ. ബഹുത് പസന്ദ് ഥാ, ഒത്തിരി ഇഷ്ടമായിരുന്നു. അടുത്ത പടം സ്ക്രീനിൽ നോക്കിക്കേ. നീതു എന്ന പെൺകുട്ടി ടോമി എന്ന പട്ടിക്കുട്ടിയുടെ കൂടെ കളിക്കുന്നു അല്ലേ? ഈ പടത്തിന്റെ താഴെയും ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നു. എന്താണ് എഴുതിയിരിക്കുന്നത്? ഓർ മേരെ സാത്ത് ഖേൽന, എന്ന് വെച്ചാൽ ടോമിക്ക് എൻ്റെ കൂടെ കളിക്കുന്നത് ഇഷ്ടമാണെന്നാണ് പെൺകുട്ടിയുടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത പടത്തിലേക്ക് നോക്കിക്കേ. ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കുന്നു? ടോമി ഫാനിന്റെ കീഴെ കിടന്നുറങ്ങുന്ന ചിത്രമല്ലേ നിങ്ങൾ കാണുന്നത്? എന്താണ് ഈ ചിത്രം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായത്? ഇത് തന്നെയല്ലേ മനസ്സിലായത്? ടോമി ഫാനിന്റെ കീഴെ കിടന്നുറങ്ങുന്നു അല്ലേ? അപ്പോൾ ഈ പടത്തിന്റെ താഴെയും ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നു. എന്തെഴുതിയിരിക്കുന്നു? പങ്ഖയ്ക്ക് നീച്ചെ സോന, എന്ന് വെച്ചാൽ ഫാനിന്റെ കീഴെ കിടന്നുറങ്ങുക. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ടോമിക്ക് ഫാനിന്റെ കീഴെ കിടന്നുറങ്ങുവാൻ ഇഷ്ടമാണ്. ഇനി അടുത്ത പടമോ? അതിലെന്താണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നു? ഒരു പുസ്തകത്തിന്റെ പേപ്പർ കഷണം ടോമിയുടെ വായിൽ ഇരിക്കുന്നതല്ലേ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? പുസ്തകം കീറി അതിന്റെ പേപ്പർ കഷണങ്ങളായി തറയിൽ ചിതറിക്കിടക്കുന്നതല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്?
ഈ പടത്തിന്റെയും ഇടതുവശത്ത് ഹിന്ദിയിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ കണ്ടോ? എന്താണ് എഴുതിയിരിക്കുന്നത്? ഓർ കിതാബ് പഠന, ഓർ കിതാബ് പഠന. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥമാണ് പുസ്തകം വായിക്കാനും അല്ലെങ്കിൽ പുസ്തകം പഠിക്കുവാനും. എന്ന് വെച്ചാൽ ടോമിക്ക് പുസ്തകം വായിക്കുവാനും പഠിക്കുവാനും ഇഷ്ടമാണ്. ഇനി അടുത്ത പടമോ? ഈ പടത്തിൽ എന്താണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന നീതുവിനെ അല്ലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നീതു സ്കൂളിലേക്ക് ബാഗൊക്കെ തൂക്കിയിട്ട് പുറത്തേക്ക് പോവുകയാണ്. വണ്ടി കയറി സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന ഒരു സന്ദർഭത്തിലുള്ള പടമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ പടത്തില് നീതുവിനെ നോക്കി വിഷമിച്ച് നിൽക്കുന്ന ഒരു ടോമിയല്ലേ നിങ്ങൾക്ക് ഈ പടത്തിൽ കാണാൻ സാധിക്കുന്നത്? ഈ പടത്തിന്റെ താഴെയും ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നു. എന്താണ് എഴുതിയിരിക്കുന്നത്? ഉസേ മേരാ ബാഹർ ജാന ബിൽക്കുൽ അച്ഛാ നഹി ലഗ്താ ഥാ. ഉസേ മേരാ ബാഹർ ജാന ബിൽക്കുൽ അച്ഛാ നഹി ലഗ്താ ഥാ എന്ന് വെച്ചാൽ അവന് ഞാൻ പുറത്തു പോകുന്നത് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഉസേ മേര അവന് ഞാൻ ബാഹർ ജാന പുറത്തു പോകുന്നത് ബിൽക്കുൽ അച്ഛാ നഹി ലഗ്താ ഥാ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഇനി അടുത്ത പടം നോക്കിക്കേ. എന്താണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? ഈ പടത്തിലും നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ നിൽക്കുന്ന ടോമിയെയും നീതുവിനെയും അല്ലേ നിങ്ങൾ കാണുന്നത്? ഈ പടത്തിന്റെ താഴെയും ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നുണ്ട്. എന്താണ് എഴുതിയിരിക്കുന്നത്? ഹം ജബ് സാത്ത് ഹോത്തെ ഹേ തോ ബഹുത് ഖുഷ് രഹത്തെ. ഞങ്ങള് ഒന്നിച്ചായിരിക്കുമ്പോൾ എല്ലാം വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു. ഹം ജബ് സാത്ത് ഹോത്തെ തോ ബഹുത് ഖുഷ് രഹത്തെ. ഞങ്ങൾ ഒന്നിച്ചായിരിക്കുമ്പോൾ എല്ലാം വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണ്? ഈ പാഠം ഒരു പെൺകുട്ടിയെ കുറിച്ചായിരുന്നു അല്ലേ? നീതു എന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച്. അതോടൊപ്പം ടോമി എന്ന ഒരു പട്ടിക്കുട്ടിയെ കുറിച്ചുമാണ്. ഇവിടെ